കടല ശ്വാസനാളത്തിൽ കുടുങ്ങി ഗുരുതരാവസ്ഥയിലായ 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവൻ ആസ്റ്റർ മിംസ് കണ്ണൂർ ഹോസ്പിറ്റലിൽ രക്ഷിച്ചെടുത്തു. അരീക്കമല സ്വദേശിയായ കുഞ്ഞാണ് കടല ശ്വാസനാളത്തിൽ കുടുങ്ങിയതിനെ തുടർന്ന് ശ്വാസമെടുക്കാനാകാതെ കാർഡിയാക് അറസ്റ്റിന് സമാനമായ സാഹചര്യത്തിൽ കണ്ണൂർ ആസ്റ്റർ മിംസിലെ എമർജൻസി വിഭാഗത്തിൽ എത്തിച്ചേർന്നത്. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിട്ടും ഓക്സിജൻ എടുക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. ഈ അവസ്ഥയിൽ അടിയന്തര പ്രാധാന്യത്തോടെ കുടുങ്ങിക്കിടക്കുന്ന കടല നീക്കം ചെയ്യൽ മാത്രമായിരുന്നു പ്രതിവിധി. ഇതേ തുടർന്ന് കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഇന്റർവെൻഷണൽ പൾമനോളജി വിഭാഗം ഡോക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ അനസ്തേഷ്യോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, ഡോക്ടർ പ്രശാന്ത്, ഡോക്ടർ അവിനാശ് മുരുകൻ, ഡോക്ടർ അരുൺ തോമസ്, ഡോക്ടർ പ്രിയ, ഡോക്ടർ ജസീം അൻസാരി തുടങ്ങിയവരടങ്ങുന്ന സംഘം പീഡിയാട്രിക് ബ്രോങ്കോസ്കോപ്പി നിർവഹിക്കുകയും സുരക്ഷിതമായി കടല നീക്കം ചെയ്യുകയുമായിരുന്നു. കുട്ടീനെ ഞങ്ങൾക്ക് പ്രോപ്പർലി വെന്റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പുറത്തേത്തെ ഹോസ്പിറ്റലിലൊക്കെ കുട്ടിക്ക് ഒരു ലങ് ഇൻഫെക്ഷൻ ആണെന്നുള്ളൊരു ഭാഗമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു കണ്ടീഷനെ ഞങ്ങൾക്ക് തോന്നുന്നേ ഇല്ല. വെച്ചാൽ ഞങ്ങൾക്ക് വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, വെന്റിലേറ്ററിൽ ഓക്സിജൻ ഇത് മെയിൻറ്റെയിൻ ആകുന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സംശയം തോന്നി, ഈ കുട്ടിക്ക് എന്തോ കഴിച്ചതിൻ്റെ ആവാം കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സംശയം തോന്നി. അതുകൊണ്ട് ഉടനെ ഞങ്ങൾ ഇപ്പോൾ തിയേറ്ററിൽ ഇൻഫോം ചെയ്തു. അനസ്തീഷ്യ ഡിപ്പാർട്ട്മെൻറ്റിനെ ഞങ്ങൾ ഉടനെ ഇൻഫോം ചെയ്തു. പൾമനോളജി ഡോക്ടറിനെ ഇൻഫോം ചെയ്തു. നെക്സ്റ്റ് തിയേറ്ററിലേക്ക് കുട്ടീനെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യായിരുന്നു. 2 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവാനായി ഡിസ്ചാർജ് ചെയ്തു. ആസ്റ്റർ മിംസ് കണ്ണൂർ CMAS ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, DGM ഓപ്പറേഷൻസ് വിപിൻ ജോർജ്, ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ, ഡോക്ടർ സുഹാസ്, ഡോക്ടർ ജിതിൻ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഫസ്റ്റ് വൺ ന്യൂസ് കണ്ണൂർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, ഓപ്പോസിറ്റ് മാഗ്നം മാൾ, മെയിൻ റോഡ്, പയ്യന്നൂർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, ഏറ്റവും നല്ലത്.